പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തി തിരുത്തലിന് തുടക്കമുണ്ടായ CPM ക്ഷേമ പെൻഷൻ നൽകൽ അടക്കം ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ആലോചന. തിരുത്തൽ വരുത്തേണ്ട മേഖലകളെക്കുറിച്ചുള്ള ബോധ്യം CPMൽ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ 3 ദിവസത്തെ മേഖലാ യോഗങ്ങൾ. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തമെല്ലാം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തലിന് CPM മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇടതിൽ നിന്ന് കുത്തിയൊലിച്ചു പോയ വോട്ടുകളിൽ 90% CPMൻ്റേത് തന്നെ. തിരുത്തലിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ഘടകത്തിലുള്ള നേതാക്കന്മാരെ അടക്കം വിളിച്ച് പാർട്ടിയുടെ തീരുമാനം. ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ കൊടുങ്കുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി CPM വിലയിരുത്തുന്നത്. പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന ബോധ്യവും ഉണ്ടായി. തിരുത്തൽ പ്രക്രിയയിൽ ആദ്യം CPM ചെയ്യാൻ പോകുന്നത് സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുക എന്നതാണ്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുക, സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, ഇതിനായിരിക്കും പ്രഥമ പരിഗണന. സർക്കാരിൻ്റെ പ്രവർത്തന മാറ്റത്തിനൊപ്പം നേതാക്കളുടെ പ്രവർത്തന ശൈലിയും മാറ്റണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ചോർന്നത് CPMൽ ചെറിയ ഞെട്ടലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വോട്ട് പോയത് എന്ന ബോധ്യം CPMൽ ഉണ്ടെങ്കിലും പാർട്ടി അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല. BJPയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ കേരളത്തിലെ CPMനെ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം കേരളത്തിലെ CPMനെ സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ 3 ദിവസമായി നടന്ന മേഖലാ യോഗങ്ങളിലെ റിപ്പോർട്ട് തോൽവിയുടെ കാരണം സംബന്ധിച്ച് CPMന് ബോധ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.